പൊതുസഭയിൽ മാത്രമല്ല ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് പുറത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർന്നു. നെതന്യാഹു ഗോ ബാക്ക് വിളിച്ച് നൂറുകണക്കിന് പലസ്തീൻ അനുകൂലികൾ അവിടെ തടിച്ചുകൂടി. ആ ദൃശ്യങ്ങളിലേക്ക്. This is not the first time that a military has decided to target a hospital. യുഎൻ ആസ്ഥാനത്ത് വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, അകത്തും പുറത്തും അങ്ങേറ്റം നാടകീയ രംഗങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു ഈ യുഎൻ പൊതുസഭയുടെ ഇന്നത്തെ യോഗവും അതിന്റെ ചുറ്റുപാടുകളും, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൂട്ടി വിളിച്ചുകൊണ്ടുള്ള ഒരു വരവേൽപ്പാണ് പൊതുസഭയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അത് മാത്രമല്ല, ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഉണ്ടായിരുന്ന പല നേതാക്കളും പ്രതിഷേധ സൂചകമായിട്ട് അദ്ദേഹം എത്തിയതിനു ശേഷം പോവുകയും ചെയ്തു. എന്നിരുന്നാലും ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പതിവ് ശൈലിയിൽ തന്നെ ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഗസയിൽ തന്റെ പ്രസംഗം സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനോട് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നേരിട്ട് ആവശ്യപ്പെട്ടു, ആയുധം വെച്ച് കീഴടങ്ങുക, ബന്ദികളെ മോചിപ്പിക്കുക. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ ലോക നേതാക്കളിൽ ഒരേ ഒരാൾ ഈ ഹമാസിന്റെ കൊടും ക്രൂരതകളെ പറ്റി മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന ഒരു പൊതു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതുപോലെ പാലസ്തീൻ രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട വെസ്റ്റേൺ കൺട്രീസിനെയും നിശിതമായി വിമർശിച്ചു. പാലസ്തീൻ അതോറിറ്റിയെ നിശിതമായി വിമർശിച്ചു. പാലസ്തീൻ അതോറിറ്റിയെ പറ്റി പറയുന്നത് അവർ കറപ്റ്റഡ് സിസ്റ്റമാണ്, അതായത് ജൂതന്മാരെ കൊല്ലുവാൻ വേണ്ടി ഹമാസിന് പണം നൽകുന്നവരാണ്. ഓരോ ജൂതനും ഇത്ര രൂപ വെച്ചാണ് അവർ പണം നൽകുന്നതെന്ന് പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഐക്യരാഷ്ട്രസഭയുടെ പുറത്ത്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തിന്റെ ഹോട്ടലിന് മുമ്പിൽ തടിച്ചുകൂടി 10,000-കണക്കിന് ആൾക്കാരാണ് ഈ പ്രതിഷേധവുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് വിട്ടു പോകണം, പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യവുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, യുഎൻ ആസ്ഥാനത്തിന് പുറത്ത് അവിടെയും വലിയ നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. വിശദാംശങ്ങളാണ് മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.